ഇസ്രായേലി ബന്ദികളെ എവിടെയാണ് താമസിപ്പിച്ചത് എന്നതിൻ്റെ ചിത്രം വ്യക്തമായിട്ട് തെളിയുന്നു. അതായത് അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അവർ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേലി ഗവൺമെൻറ്റും അവിടുത്തെ ചില റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നത്, ഇവരെ താമസിപ്പിച്ചിരിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ മുസ്ലിം ബ്രദർഹുഡ്, അതായത് ഈജിപ്റ്റ് ബാൻ ചെയ്ത ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് ഈ ഗാസയുടെ ഈജിപ്തിൻ്റെ ബോർഡറായ ഫിലഡൽഫിയ കോറിഡോർ ഉണ്ട്. അത് ഓസ്ലോ കരാർ അനുസരിച്ച് ഉണ്ടാക്കിയൊരു അതിർത്തിയാണ്. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്ത് ഈ മുസ്ലിം ബ്രദർഹുഡ് ശക്തമാണെന്ന് ഇന്നലെ ഈജിപ്റ്റ് തന്നെ സംഭവിച്ചു. കാരണം ഈജിപ്തിനെ പല രീതിയിലുള്ള അക്യൂസേഷൻ വന്ന ശേഷം ഈജിപ്ഷ്യൻ ഒഫീഷ്യൽസ് ഇസ്രായേലി ഒഫീഷ്യൽസും അമേരിക്കയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവർക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഈജിപ്ഷ്യൻ ഭരണകർത്താക്കൾക്കും അവരുടെ മന്ത്രിമാർക്കും അവരുടെ പൊളിറ്റീഷ്യൻസിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനെ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്തിരിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡാണ്. അവർക്ക് നിർദ്ദേശം കൊടുത്തത് ഖത്തറാണ്. അതായത് ഖത്തറിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും പല രീതിയിൽ, പല ആംഗിൾ, പല വെർട്ടിക്കൽ, പല പ്രൂഫ് എവിഡൻസോടു കൂടി എക്സ്പോസ് ആയിരിക്കുകയാണ്. അതാണ് ഞാൻ പല പത്രങ്ങളും ചില ഇസ്രായേലി ഓഫീഷ്യൽസ് റിട്ടയറായി ചെയ്ത സൈനിക ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പം ടെലഫോണിൽ ഇതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഖത്തറിനും അതേപോലെ തന്നെ മുസ്ലിം ബ്രദർഹുഡ്. ഈ പറയുന്ന ഹമാസിനെ പല പോരാളികൾ, ഹമാസിൻ്റെ പല ടെററിസ്റ്റുകളെയും താമസിപ്പിച്ചത്, കാരണം ഈ ഗാസയിൽ നിന്നും പല ആൾക്കാർ, ഏകദേശം 3000-ഓളം പേരാണ് ബോർഡർ കടന്നിട്ട് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ കൂടെ അവരുടെ സംരക്ഷണയിൽ താമസിച്ചത്. അതേപോലെ തന്നെ ഹോസ്റ്റേജസിനെ താമസിപ്പിച്ചതും മുസ്ലിം ബ്രദർഹുഡിൻ്റെ സംരക്ഷണയിൽ ഹമാസിന് വേണ്ടി ഖത്തർ ഇടപെട്ടിട്ടാണ് ഇത് ചെയ്തത്. ഇത് അടുത്ത സംഭവങ്ങൾ ഓരോന്നായിട്ട് തെളിയുകയാണ്. അതായത് വളരെ 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 സീരിയസ് ഇഷ്യൂ ആയിട്ടങ്ങ് പോവുകയാണ്. ഖത്തർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനൊരു ടേൺ അറൗണ്ട് ഉണ്ടാകുമെന്ന്. അപ്പം അടുത്ത സംഭവം ഖത്തറിനെതിരെയുള്ള മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ആരോപണം നിങ്ങൾ കണ്ടു കാണും. ഈ വെടിനിർത്തലിന് ശേഷം ഈ ഹമാസിൻ്റെ ടെററിസ്റ്റുകൾ മുഴുവനും ഫിലഡൽഫിയ ബോർഡറിലും അതേപോലെ ഗാസയിലോട്ടും വന്നു. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസ് എന്ന് പറയുന്നത്, റൈഫിൾ എന്ന് പറയുന്നത്, ഇത് ഓർഡർ ചെയ്ത് വരുത്തിയത് അടുത്ത സമയത്താണ്. വലിയൊരു ഹ്യൂജായിട്ടൊരു കൺസൈൻമെൻറ്റ് ഈ ഹമാസിന് വേണ്ടി ഖത്തർ ഏർപ്പെടുത്തി കൊടുത്ത് അവർ ഫണ്ട് ചെയ്തിട്ടാണ് ഈ വെപ്പൺസ് ഇവർക്ക് കിട്ടിയത് എന്ന് മറ്റൊരു സ്ട്രോങ് അലിഗേഷനും കൂടെ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണാൻ ഒരിക്കലും റൈഫിൾ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസ് ആണ്. ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ഖത്തർ പണം കൊടുത്തിട്ട് ഹമാസിന് വാങ്ങിക്കൊടുത്തതാണ്. മറ്റൊരു കാര്യം പറയുന്നത്, മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഖത്തറിൻ്റെ ഖത്തർ ഫണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ ഹമാസിൻ്റെ ഈ ടെററിസ്റ്റുകൾക്ക് അവിടെ ട്രെയിനിങ് ക്യാമ്പ് കൊടുക്കാൻ വേണ്ടി ഖത്തർ സഹായിച്ചു എന്നും മറ്റൊരു ആരോപണം വരുന്നുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആരോപണം വരുന്നുണ്ട്. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ്റെ പല ഒഫീഷ്യൽസിനും ഖത്തർ ബ്രൈബ് ചെയ്തു. അത് ബ്രൈബ് ചെയ്തിട്ട് ഇസ്രായേലിനെതിരെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുവാനും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനും വേണ്ടി ഖത്തർ ഇടപെട്ടു എന്നൊരു സംഭവം വരും. ഇതൊക്കെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് ഈജിപ്റ്റ് തന്നെയാണ്. അവരാണ് ഇത് പറയുന്നത്, ഇന്നതൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചത്. കാരണം ഈ യുണൈറ്റഡ് നേഷൻ്റെ ആൾക്കാരെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത് ബോർഡറായ ഈജിപ്തിലായിരുന്നു. അപ്പോൾ അവരുമായിട്ട്, കാരണം അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നു ഖത്തറാണ് അവർക്ക് ഫണ്ട് കൊടുത്ത്, പണം കൈക്കൂലിയായിട്ട് കൊടുത്ത്, അതായത് ഇൻക്ലൂഡിങ് യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറലിൻ്റെ മക്കൾക്ക് വലിയ രീതിയിൽ ഗിഫ്റ്റ് കൊടുത്തിട്ട് യുണൈറ്റഡ് നേഷൻ്റെ ഒഫീഷ്യൽസിനെ കൊണ്ട് ഇതേപോലെ തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് വീണ്ടും അലിഗേഷൻ വളരെ ഷാർപ്പാവുകയാണ് ഖത്തറിനെതിരെ. അതായത് 1, 2, 3, 4 മുഴുവനും ഓരോന്നായിട്ട് എക്സ്പോസ് ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്റ്റീഫൻ സി വിറ്റ്കോഫ് അദ്ദേഹത്തോട് ഇസ്രായേലി ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നു, അമേരിക്കയുടെ ബേസ് എത്രയും വേഗം ഖത്തറിൽ നിന്നും മാറ്റണം.
ഇത് ഡിമാൻഡായി കഴിഞ്ഞു. അതിന് അനുകൂലമായിട്ട്, കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഈ ഖത്തറിൻ്റെ പല കള്ളികളും പൊളിച്ചു. അതിൻ്റെ മേലാണ് താക്കീത് കൊടുത്തിട്ട് എത്രയും വേഗം പുറത്ത് വിടണമെന്ന് പറയുന്നത്. ഇതിനകത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കാണിച്ച ഉദാസീനതയും ഖത്തറിന് അനുകൂലമായി നിന്നതും, അതേപോലെ തന്നെ പല ഡെമോക്രാറ്റിക് മെമ്പേഴ്സിന്, അത് പൊളിറ്റിക്കൽ പവർ ആൾക്കാർക്കും, അതേപോലെ കമല ഹാരിസിന് ജയിക്കാൻ വേണ്ടിയും ഖത്തർ ഗവൺമെൻറ് പല എൻ ജി ഒ ത്രൂ ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി ഫണ്ട് ചെയ്തു എന്നൊരു വിവരം കൂടെ പുറത്തു വരുന്നു. അതായത് സംഭവം വളരെ സീരിയസ് ആണ്. അതായത് പൂർണ്ണമായിട്ടും ഈജിപ്റ്റ് ഒഴിഞ്ഞു. അവർ പറഞ്ഞു അവർക്കിതുമായിട്ട് യാതൊരു, അപ്പോൾ ഈജിപ്റ്റ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഖത്തർ ഗവൺമെൻറ്റിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ബ്രദർഹുഡിൻ്റെ പല നേതാക്കളും ഖത്തറിൽ അവർ പൊളിറ്റിക്കൽ അസൈലം എടുത്തിരിക്കുകയാണ്. അവരാണ് ഈ ഈജിപ്തിലെ പൊളിറ്റിക്സിലും അവിടുത്തെ ടെറർ ആക്ടിവിറ്റീസിലും ഏറ്റവും പ്രധാനമായിട്ട് പോകുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഗവൺമെൻറ്റിനെ മറിച്ചിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണ്. ഇതൊക്കെ ഇവർ നേരത്തെ പല ആവർത്തി പറഞ്ഞത്. വളരെ പൂർണ്ണമായിട്ടും ഖത്തറി വിദേശകാര്യ വകുപ്പ് ഇസ്രായേലിനോടും അമേരിക്കയോടും ഇന്നലെ നടന്ന വളരെ ദീർഘമായ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈജിപ്തിന് യാതൊരു റോളുമില്ല. മുഴുവനും ചെയ്തിരിക്കുന്നത് ഖത്തറും മുസ്ലിം ബ്രദർഹുഡുമാണ്. അതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഖത്തറാണ്. അത് ഇൻക്ലൂഡിങ് അമേരിക്കയിലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതായത് ട്രംപിനെ തോൽപ്പിക്കുക, കമല ഹാരിസിനെ ജയിപ്പിക്കുക, മറ്റുള്ള രാജ്യത്തെ, അതായത് അവിടെ പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ നേടും. യുണൈറ്റഡ് നേഷനായിട്ട് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ ഈ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഈ ഇസ്രായേലി, അമേരിക്കൻ, മറ്റുള്ള പല ഇൻ്റർനാഷണൽ പൗരത്വം ഉള്ളവരുണ്ട്. ഇവർക്കെല്ലാം സംരക്ഷണം കൊടുത്ത മുസ്ലിം ബ്രദർഹുഡാണ് ഖത്തറിൻ്റെ നിർദ്ദേശപ്രകാരം. ഇപ്പം ഈ പോയിന്റുകൾ ഓരോന്ന് വെച്ച് എടുക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ താമസിക്കുന്ന മലയാളികളോടും പ്രത്യേകിച്ച് ഖത്തർ ഫാനുകളോടും പറയാം, ഇത് വെറുതെ ഒന്നും പോകത്തില്ല. ഇത് അമേരിക്ക വെറുതെ ഒന്നും പെടുത്തില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ ബേസ് അവിടുന്ന് മാറ്റണം. അമേരിക്കൻ ബേസ് എന്നവിടുന്ന് മാറ്റുന്നത് കാരണം അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഡീല് കംപ്ലീറ്റ് ചെയ്യുക. അതായത് 6 ആഴ്ച വെയിറ്റ് ചെയ്യുക. അതായത് മുഴുവൻ ഇസ്രായേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് ചിലപ്പോൾ ഇതിനെപ്പറ്റി അമേരിക്കൻ ഗവൺമെൻറ്, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇതിൽ ഖത്തറിൻ്റെ റോള് തെളിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടങ്ങ് പറയാൻ ഖത്തറിനെ ഇവർ തൊലച്ച് കളയും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഖത്തറിൻ്റെ നാശക്കോടാലിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനുവേണ്ടി കാരണം വെറും പോട്ടന്മാരായ കാട്ടറബികൾ അവരുദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഇനിയുള്ള പോക്ക്. കാരണം അമേരിക്കൻ ബേസ് അവിടെ നിന്ന് മാറിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ഈ പറയുന്ന ബഹ്റൈൻ വരെ കയറി അടിക്കും. അവിടെയുള്ള ഏത് ചെറിയ രാജ്യം ഖത്തറിനെ കയറി അടിക്കും. അവിടുത്തെ ആ ഭരണാധികാരിയുടെ വെടി തീർന്നു പോകും. പിന്നെ മറ്റൊന്നുണ്ട്, ഖത്തറിന് ലോകത്തെല്ലായിടത്തും അസറ്റ് ഇഷ്ടംപോലെ, ഭയങ്കര ഗ്യാസ് റിച്ച് നേഷനാണ്. ഇതെല്ലാം എടുത്ത് ഫ്രീസ് ചെയ്യും. പിന്നീട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു റിപ്പോർട്ട്, അത് ഇസ്രായേൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഖത്തറിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാണെന്നാണ്. അതായത് അവിടെ പെൻഡിങ് ആയിട്ട് പല ബില്ലുകളും ഉണ്ട്. ഈ വേൾഡ് കപ്പിന് ശേഷം അവൻ്റെ എക്കോണമി എന്ന് പറയുന്ന ഇതേപോലെയുള്ള ടെറർ ആക്ടിവിറ്റീസിന് പലർക്കും പണം കൊടുത്ത് ഈ എക്കോണമി വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതായത് വിദേശത്താണ് ഇവർ അധികം നിക്ഷേപം ചെയ്തിരിക്കുന്നത്. ഈ മനസ്സിലാക്കുക, റഷ്യയുടെ അസറ്റ് ഫ്രീസ് ചെയ്താണ് അമേരിക്ക. അപ്പോൾ ഈ ഖത്തർ എന്ന് പറഞ്ഞ ഒരു പുതൂക്കളി രാജ്യത്ത് അവരോട് ദൂരെ കളയും. അമേരിക്കൻ ബേസ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്താൽ ആ ഡേറ്റ് നിങ്ങൾ തീരുമാനിച്ചുറച്ച് ഒപ്പിട്ട് വെച്ചോ, അതായത് അടിവരയിട്ട് വെച്ചോ, അന്ന് ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം തീർന്നു പോകും. ഈ പറയുന്ന ഭരണാധികാരികളോട്. കാരണം ഇത് അമേരിക്കക്കെതിരെയും കൂടെ, അമേരിക്കയെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, അമേരിക്കൻ സിറ്റിസൺ വരെ ഈ ഹോസ്റ്റേജസിനകത്തുണ്ട്. അവരിത് വെറുതെ വിടുന്ന കാര്യമല്ല. ട്രംപ് ഈ കാര്യത്തിൽ യാതൊരു ഇതും കാണിക്കുന്ന സംഭവമല്ല. ഈജിപ്റ്റ് പല കാര്യങ്ങളും പറയാം. അവരുടെ ഖത്തറിൻ്റെ ചാനൽ അൽ ജസീറ അത് എത്രയോ വർഷം കൊണ്ട് അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ഈ അൽ ജസീറ ചാനലിൽ 3ഓളം പേരെ അറസ്റ്റ് ചെയ്ത് അവിടെ ചാർജ് ചെയ്തിട്ട് അവരെ ജയിലിലിട്ടേക്കുക.
ആ കാര്യത്തിലൊക്കെയാണ് ഈജിപ്റ്റ് വളരെ ക്ലിയറായിട്ട് ഇസ്രായേലിനോടും അമേരിക്കയോടും പറഞ്ഞത് അവർക്കിതിനകത്ത് റോളൊന്നുമില്ല. പല ഭാഗങ്ങളിലും മുസ്ലിം ബ്രദർഹുഡ് വളരെ ശക്തമാണ്. അവരിത് കൊണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ആർമിക്കും ഡിഫൻസിനും ഇത്രമാത്രം കഴിവില്ല, കേപ്പബിലിറ്റിയിൽ ഇത് മുഴുവനും പോയി കണ്ടുപിടിക്കാൻ. ഇതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഈജിപ്റ്റ് പൂർണ്ണമായിട്ടും കൈ കഴുകി എല്ലാം ഖത്തറിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. ഇത് തന്നെയാണ് ഇന്നലെ ടർക്കിയും ചെയ്ത് ഖത്തറിൻ്റെ തലയിൽ വെച്ചങ്ങ് കൊടുത്തു. അതായത് മനസ്സിലാക്കുക, ഖത്തർ സൂഡാപ്പി ആരാധകന്മാരെ ഖത്തറിൻ്റെ ദിവസങ്ങൾ നിങ്ങൾ ഇനി കൗണ്ട് ചെയ്തു. ആ രീതിയിലാണ് പോകുന്നത്. അതായത് ഈ ഖത്തർ ഒരു വലിയ സംഭവമാണ്. ഇതൊന്നുമല്ല, ലോകം മുഴുവൻ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സംഭവിച്ചത്? ഇതിനകത്ത് ഓരോന്നിനും തിരിച്ച് പകരം ചോദിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും. അത്ര ക്രൂരമായിട്ടാണ് ഹമാസ് ചെയ്തത്. അപ്പം ഒന്നാമത് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് കമല ഹാരിസ് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കത്തൊന്നുമില്ല. പക്ഷേ ട്രംപ് എന്ന് പറയുന്നത് ഇസ്രായേലി കംപ്ലീറ്റ് സപ്പോർട്ടറാണ്. ഇപ്പം സ്റ്റീഫൻ സി വിറ്റ്കോഫ് അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നു പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇനി അത് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പല ഇന്ത്യക്കാരെയും മലയാളികളെയും നേരിട്ട്, കാരണം അവർക്ക് അവരുടെ ലൈഫിനും അവരുടെ പ്രൊഫഷനും അവരുടെ ബിസിനസ്സൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഈ ഖത്തറിൻ്റെ വൃത്തികെട്ട പരിപാടി. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കുക എന്താണ് സംഭവിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു തമിഴ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കണ്ടൻറ്റ് തന്നെ അത് തമിഴിലോട്ട് AI ഉപയോഗിച്ചാണ് മാറ്റുന്നത്. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഇടുന്നു. അപ്പം നിങ്ങളുടെ പല സുഹൃത്തുക്കളും കാണും, തമിഴ് അറിയാവുന്നവരും തമിഴ്നാട്ടിൽ ജീവിക്കുന്നത് മറ്റു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. അവർക്കതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനും പറയുവാണെങ്കിൽ അത് വലിയ ഉപകാരമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു.